ആത്മതത്വത്തിനെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സഹോന്നത സഹചാരിയായ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ആത്മാവ് എന്ന് ആ ബോധത്തിനെ തിരിച്ചറിയണം. നിത്യാനിത്യ വസ്തുവിവേകം എന്ന് വിവേക ചൂടാമണിയിൽ പറഞ്ഞതുപോലെ നിത്യമായ ചൈതന്യം എന്ന ആത്മാവിനെയും അനിത്യമായ പ്രാപഞ്ചിക വസ്തുക്കളെയും തിരിച്ചറിയാൻ കഴിയണം ഒരു വിവേകിക്ക്, ഒരു യോഗിക്ക്, ഒരു ഉപാസകന് എന്ന് പറയുന്നു. അങ്ങനെ ആ ആത്മാവ് എന്ന നിത്യചൈതന്യത്തിനെ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇതാണ് മോക്ഷമാർഗം, ഇതാണ് പ്രവൃത്തിമാർഗം എന്ന് ഭഗവാൻ ഇതേവരെയുള്ള ശ്ലോകത്തിൽ ഉദ്ധവനെ ഉപദേശിക്കുന്നു. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയും, ബ്രഹ്മാത്മൈക്യത്വബോധേന മോക്ഷസിദ്ധ്യതി ന അന്യഥ. ബ്രഹ്മാത്മൈകത്വബോധേന മോക്ഷസിദ്ധ്യതി ന അന്യഥ. മറ്റൊരു വസ്തു കൊണ്ട് മോക്ഷം ഉണ്ടാവില്ല. അജ്ഞാന സർപ്പദഷ്ടസ്യ ബ്രഹ്മജ്ഞാന ഔഷധം വിന. അജ്ഞാനത്തിനെ ദൂരീകരിക്കാൻ ബ്രഹ്മജ്ഞാനം എന്ന ഔഷധം കൂടാതെ വേറെ മാർഗമില്ല മോക്ഷത്തിലേക്ക് എത്താൻ എന്നെല്ലാം ആചാര്യസ്വാമികൾ പറയും. ഏതാണ്ട് അതേ തത്വം തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇങ്ങനെയുള്ള ആത്മതത്വത്തിനെ ഭഗവാൻ ഇതേവരെ വിവരിച്ചു കൊടുത്തു. ആത്മാവ് സ്വയമേവ പ്രകാശിക്കണു. കർത്താവ്, ഭോക്താവ് എന്നുള്ള സകല വിപരീത ഭാവനകളും തീരെ നശിച്ചു. കാരണം ഇതൊന്നും ആത്മാവിനില്ല. ഇങ്ങനെ വിപരീത ഭാവനകളെല്ലാം നശിച്ചപ്പോൾ സർവാത്മാവായിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന പരമാർത്ഥജ്ഞാനം ഉണ്ടായി. ഈ പരമാർത്ഥജ്ഞാനം ഉണ്ടായതുകൊണ്ട് അദ്വൈതാവസ്ഥ സിദ്ധമായി. അതായത് ആധ്യാത്മോപനിഷത്തിൽ പറയുന്നത് പോലെ അകർത്താഹം, അഭോക്താഹം, അവികാരോഹം, അവ്യയ ശുദ്ധബോധസ്വരൂപോഹം കേവലോഹം സദാശിവ. കർത്തൃത്വമോ ഭോക്തൃത്വമോ വികാരമോ ഉദയമോ അസ്തമയമോ ഇതൊന്നുമില്ലാത്ത ശുദ്ധ ജ്ഞാനസ്വരൂപമാണ് ഞാൻ. സദാ ശിവമായിരിക്കുന്ന സ്വരൂപമാണ് ഞാൻ എന്ന് അധ്യാത്മോപനിഷത്തിൽ പറയുന്നു ആത്മതത്വത്തിനെ കുറിച്ച്. അസംഗോഹം അനംഗോഹം അലിംഗോഹം അഹം ഹരി പ്രശാന്തോഹം അനന്തോഹം പരിപൂർണശ്ചിരന്തന എന്നെല്ലാം ആത്മതത്വത്തിനെ കുറിച്ച് അധ്യാത്മോപനിഷത്തിൽ പറയും. ഇങ്ങനെ നിർഗുണമായിരിക്കുന്ന, നിർവികാരമായിരിക്കുന്ന, സാക്ഷിഭൂതമായിരിക്കുന്ന, ആനന്ദസ്വരൂപമായിരിക്കുന്നതാണ് ആത്മചൈതന്യം എന്ന ബോധം ഉണ്ടാവണം. ആത്മാവ് ഏകമാണ്. അത് ശരീരമെന്ന അനേകം ഉപാധികളിൽ പ്രതിബിംബിക്കുമ്പോൾ അനേകം ജീവന്മാരുള്ളതായിട്ട് തോന്നപ്പെടുകയാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നീട് ഭഗവാൻ പറഞ്ഞത് ഈ തത്വത്തിനെ, ഈ അദ്വൈത സിദ്ധാന്തത്തിനെ മീമാംസകര് വിശ്വസിക്കണില്ല, അംഗീകരിക്കണില്ല. ഇനി മീമാംസക മതം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞിട്ട് അതിനെ ഖണ്ഡിക്കുകയാണ്. ഉദ്ധവ, ഇങ്ങനെയും പല അഭിപ്രായങ്ങൾ വരാം. ഈ അദ്വൈത ഞാൻ പറയുന്നതായ ഈ അദ്വൈത സിദ്ധാന്തത്തിനെ വിശ്വസിക്കാത്ത മീമാംസകരുണ്ട്. അവർ കർമ്മഠന്മാരാണ്, കർമ്മത്തിൽ മുഴുകി ജീവിക്കുന്നവരാണ്. വേദത്തിന് 3 കാണ്ഡങ്ങളുണ്ടെന്ന് പറഞ്ഞുല്ലോ. ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം. അതിലെ കർമ്മങ്ങൾ നിരന്തരമായിട്ട് ചെയ്തിട്ട് ഓരോ സുഖങ്ങൾ കർമ്മത്തിന്റെ ഫലമായിട്ട് അനുഭവിക്കുക എന്ന കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലും മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവര്, ഈ മീമാംസകന്മാര്, പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തിനെ അംഗീകരിക്കണില്ല. അവരുടെ അഭിപ്രായത്തിൽ കർമ്മം ചെയ്യുകയും ഫലം അനുഭവിക്കുകയും ചെയ്യുന്ന ജീവന്മാര് ഓരോ ശരീരത്തിലും വേറെ വേറെയാണ്. പുണ്യകർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കാവുന്ന സ്വർഗാദി ലോകങ്ങള്, കർമ്മഫലം അനുഭവിക്കാനുള്ള അവസരമായ കാലം, കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രവാക്യങ്ങള് അഥവാ വേദവാക്യങ്ങള്, കർമ്മഫലം അനുഭവിക്കുന്ന ജീവൻ, ഇതെല്ലാം നിത്യങ്ങളാണ്. ഏകവും അദ്വിതീയവുമായ ഒരു ജ്ഞാനം എന്നൊന്നും ഇല്ല.
ഓരോ പദാർത്ഥത്തിനെയും അറിയുമ്പോൾ ഓരോ ജ്ഞാനം ഉണ്ടാവണു, അത് മാറണു, നശിക്കണു. അതുകൊണ്ട് വൈരാഗ്യത്തിൻ്റെ ആവശ്യമില്ല. വൈദിക കർമ്മങ്ങളെ ചെയ്യുകയും അവയുടെ ഫലമായുള്ള സ്വർഗാദി സുഖങ്ങൾ അനുഭവിക്കുകയുമാണ് ജീവന്റെ പുരുഷാർത്ഥം. സ്വർഗകാമോ യജേത എന്നുള്ള മട്ടിൽ ഓരോ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ സുഖം അനുഭവിക്കുക എന്നുള്ളതാണ് മീമാംസകർ പറയണത്. ഇപ്രകാരം മീമാംസ വാദത്തിനെ ഭഗവാൻ ഖണ്ഡിക്കണു. ഓരോരുത്തര് ഓരോ വിധം കർമ്മം ചെയ്യണു, ഓരോരുത്തര് ഓരോന്ന് സുഖമായിട്ട് തോന്നണു. ഒരേ സാധനം എല്ലാവർക്കും ഒരുപോലെ സുഖത്തിന് കാരണമോ ദുഃഖത്തിന് ഹേതുവോ അല്ല. ഞാനെന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്. ഈ അറിവ് കൊണ്ട് അറിയപ്പെടുന്ന വസ്തുവാണ് ജീവൻ. എല്ലാ ദേഹത്തിലെയും ജീവനുണ്ട്. എങ്കിലും ഓരോരോ ശരീരത്തിലും ഇരിക്കുന്ന ജീവൻ വെവ്വേറെയാണ്. കർത്തൃത്വവും ഭോക്തൃത്വവും ഈ ജീവനുള്ളത് തന്നെയാണ്. ജീവനല്ലേ ചെയ്യണത്, അപ്പൊ കർത്തൃത്വം ജീവന്. അനുഭവിക്കണ ജീവനല്ലേ, അപ്പൊ ഭോക്തൃത്വവും ജീവന്. ഇങ്ങനെ കർത്തൃത്വവും ഭോക്തൃത്വവുമുള്ള ഒരു ജീവനല്ലാതെ നിർവികാരമായിരിക്കുന്ന സർവജീവസ്വരൂപനായിട്ടുള്ള പരമാത്മാവ് എന്നൊന്ന് വേറെ ഒരു ചൈതന്യമില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തില് വിരക്തി എന്ന സ്വരൂപത്തോടു കൂടിയ വൈരാഗ്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം സുഖദുഃഖാദികൾ അനുഭവിക്കാനുള്ള സ്ഥാനങ്ങളാണ് ലോകം, കാലം, ആഗമം, ജീവൻ. നേരത്തെ പറഞ്ഞത് സുഖസാധനങ്ങളുടെ വിളഭൂമിയാണ് ലോകം. അവയെ അനുഭവിക്കാനുള്ള അവസരമാണ് കാലം. സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ അറിയിക്കുന്ന ശാസ്ത്രം എന്നത് ആഗമം. ഇതെല്ലാം അനുഭവിക്കുന്നത് ജീവൻ. ഈ ഘടകങ്ങളൊക്കെ എന്നുമുണ്ടല്ലോ. ഉള്ളതല്ലായിരുന്നു എങ്കിൽ എല്ലാവർക്കും ഒരേ സമയത്തിൽ വൈരാഗ്യം ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായി കാണാത്തത് കൊണ്ട് ഈ സ്വർഗാദി ലോകങ്ങൾ നിത്യങ്ങളാണ്. ജീവനുള്ള കർത്തൃത്വം ഭോക്തൃത്വം എന്നത് സ്ഥിരമാണ്. വൈരാഗ്യം എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, അസംഭാവ്യമാണ്. മീമാംസകര് പറയണു, അനുഭവിക്കുന്ന പദാർത്ഥങ്ങൾക്കൊക്കെ നാശമുണ്ട്. അവ പരമാർത്ഥത്തിൽ ഉള്ളവയല്ല, മായാമയങ്ങളാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് മീമാംസകര് പറയണത്. എല്ലാത്തിനും നാശമുണ്ട്, ആത്മാവിന് നാശമില്ല. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയാൻ പാടില്ല എന്നാണ് മീമാംസകര് പറയണത്. കാരണം ആഭരണങ്ങളായ മാല, മൈഥുനത്തിന് വേണ്ടതായ സ്ത്രീ, ഗൃഹം, സമ്പത്ത് തുടങ്ങിയ സുഖപദാർത്ഥങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോയാൽ അതിൻ്റെ സ്ഥാനത്ത് വേറൊരെണ്ണം വരണമെന്ന് മാത്രം. ഇത് പ്രവാഹ രൂപത്തിൽ നദിയുടെ ഒഴുക്ക് പോലെ എന്നും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവയ്ക്കൊന്നും നാശമില്ല. മീമാംസകർ പറയണു, ഈ വക പദാർത്ഥങ്ങൾ ലോകത്തിൽ ഒരിക്കലും ഇല്ലാതെ വരില്ല. ന കഥാചിത് അനീദൃശം ജഗത്, ന കഥാചിത് അനീദൃശം ജഗത്. ഒരു കാലത്തിലും ഇങ്ങനെയല്ലാതെ ലോകമിരിക്കുകയില്ല എന്ന് ശ്രുതിയിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ലോകങ്ങളും അവയുടെ സുഖപദാർത്ഥങ്ങളും ധനവും സമ്പത്തും സ്ത്രീസുഖവും എപ്പോഴും ഉള്ളതാണ്. ഇതെപ്പോഴും ഉള്ളതുകൊണ്ട് സൃഷ്ടികർമ്മം വഹിക്കാനായിട്ട് ഒരു ഈശ്വരൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്തൊരു ഈശ്വരനെ വെറുതെ എന്തിനാ സൃഷ്ടിക്കണത്, വലിച്ചഴക്കണത് ഇതിലേക്ക്? ഞാൻ സുഖമുള്ളവൻ, ഞാൻ ദുഃഖമുള്ളവൻ എന്ന് ജനങ്ങൾ പറയണത് അവരുടെ അനുഭവത്തിൽ നിന്നാണ്. അനുഭവമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരു. ഇത് അവരുടെ പരമാർത്ഥ അനുഭവങ്ങളായതുകൊണ്ട് കൽപ്പിതമാണെന്നോ ഭ്രാന്തിയാണെന്നോ മിഥ്യയാണെന്നോ അധ്യാസമാണെന്നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് മീമാംസകർ പറയണു, സുഖദുഃഖ അനുഭവങ്ങൾ പരമാർത്ഥം തന്നെയാണ്, മിഥ്യയല്ല. എന്ന് മാത്രമല്ല, ആത്മസ്വരൂപമായിട്ടും നിത്യമായിട്ടും ആനന്ദസ്വരൂപമായിട്ടിരിക്കുന്ന ജ്ഞാനം
എന്ന ഒന്നില്ലാത്തതാണ്. ജ്ഞാനം എന്നുള്ളതുണ്ട്, പക്ഷേ അത് നിത്യമല്ല, ആത്മസ്വരൂപമല്ല. കാരണം അത് നിത്യമല്ല, ആത്മസ്വരൂപമല്ല എന്ന് പറയാൻ കാരണം ഓരോ പദാർത്ഥത്തിൻ്റെയും ആകൃതി ഭേദത്തിനെ അനുസരിച്ച്, ഗുണത്തിൻ്റെ ഭേദത്തിനനുസരിച്ച് ഓരോരോ ജ്ഞാനം ഓരോരോ അവസരത്തിൽ ഉണ്ടാവണു. അത് കുറച്ചു നേരം നിൽക്കണു, പിന്നെ നശിക്കണു. അതുകൊണ്ട് നാശമില്ലാത്ത അറിവാണ് ആത്മസ്വരൂപം എന്ന് പറയണത് ശരിയല്ല. ജ്ഞാനത്തിൻ്റെ പരിണാമസ്വരൂപമാണ് ആത്മാവിനുള്ളത്. അപ്പോൾ വികാരിയായിട്ടുള്ള ആത്മാവിന് നാശമുണ്ടല്ലോ എന്നും വിചാരിക്കണ്ട. വികാരം എന്നത് ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ടത് അനിത്യമല്ല, നിത്യം തന്നെയാണ്. വിക്രിയ ജ്ഞാനരൂപസ്യ ന നിത്യത്വേ വിരോത്സ്യതേ എന്നൊക്കെ ശ്രുതിയിൽ പറയും. ഇതൊക്കെയാണ് മീമാംസകരുടെ വാദം. ജ്ഞാനത്തിന് വികാരം ഉണ്ട് എന്നുള്ള കാരണം നിത്യമെന്ന് വരില്ല എന്ന് ശ്രുത്യർത്ഥം. അതുകൊണ്ട് ആത്മാവിന് ഇന്ദ്രിയാദികൾ എപ്പോഴും ഉണ്ട്. മുക്തിയിൽ ഇന്ദ്രിയം, ദേഹം എന്നിവ രഹിതമായിരിക്കുന്ന ആത്മാവിന് ജ്ഞാനപരിണാമത്തിന് അവകാശമില്ല. അതുകൊണ്ട് ജഡരൂപമായിരിക്കുന്ന, ശക്തിയില്ലാത്ത, ചൈതന്യമല്ലാത്ത ആ ആത്മാവിനെ പ്രാപിച്ചിട്ട് യാതൊരു പുരുഷാർത്ഥ പ്രാപ്തിയും കിട്ടാനില്ല. അതുകൊണ്ട് പ്രവൃത്തി മാർഗം തന്നെയാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് നിരന്തരം കർമ്മം ചെയ്യുക, ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക. ഇതാണ് മീമാംസകര് പറയണത് എന്ന് ഭഗവാൻ പറയണു. ഇങ്ങനെ മീമാംസകരുടെ മതത്തിനെ ആദ്യം പറഞ്ഞു. ഭിന്നങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ജീവന്മാര് ഓരോ ശരീരത്തിലും ഭിന്നന്മാരാണ് എന്ന് മീമാംസകർ പറയണു. സുഖസാധനങ്ങളുടെ വിളഭൂമിയായിട്ടുള്ള ലോകം, കാലം, ശാസ്ത്രം, ഇതെല്ലാം ചെയ്യുന്ന ജീവൻ, ഇതൊക്കെ നിത്യമാണ് എന്നവർ പറയുക. ഈ ജഗത്ത് മായയല്ല, അതുപോലെ തന്നെ നശ്വരമല്ല, സത്യമാണ് എന്നവർ പറയണു. ഇപ്പോൾ കാണപ്പെടുന്ന എല്ലാം നശിക്കും എങ്കിലും ആ സ്ഥാനത്ത് മറ്റൊന്ന് വരും. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്നത് സത്യമാണ്. പിന്നെ അവർ പറഞ്ഞത് ജ്ഞാനം എന്നത് ഒരു വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. വിഷയം മാറുമ്പോൾ ജ്ഞാനത്തിന് മാറ്റമുണ്ടാവണു. നിത്യമായ ജ്ഞാനാണ് ആത്മസ്വരൂപം എന്ന അദ്വൈത സിദ്ധാന്തത്തിനെയും അവർ അംഗീകരിക്കണില്ല. ഇന്ദ്രിയമോ മനസ്സോ ഇല്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ ജഡസദൃശമായ ആത്മാവിനെ പ്രാപിക്കുന്നത് എന്തിനാ? ഇതിലും നല്ലത് അവനവൻ സ്വയം കർമ്മം ചെയ്ത് പുണ്യം നേടി സുഖാനുഭവിക്കുകയല്ലേ. ഇതാണ് വേദാന്തികളുടെ മതം. ഇനി അടുത്ത ശ്ലോകത്തിൽ 16ാമത്തെ ശ്ലോകം തൊട്ട് ഭഗവാൻ ഇതിനെ ഖണ്ഡിക്കുകയാണ്. മീമാംസകരുടെ മതം തെറ്റാണ് എന്നും ഏകമേവ അദ്വിതീയം ബ്രഹ്മ സർവം ഖല്ലിദം ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെയുള്ള ആ ഉപനിഷത് വാക്യങ്ങളെ സാർത്ഥമാക്കുന്ന രീതിയിലാണ് ഭഗവാൻ പറയണത്. ഹേ ഉദ്ധവ, മേൽ പറഞ്ഞ രീതിയിലുള്ള അഭിപ്രായങ്ങളെല്ലാം അനർത്ഥഹേതുക്കളാണ്, മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നതായാലും പ്രവൃത്തി മാർഗത്തിൽ അപകടമല്ലാണ്ട്, അനർത്ഥമല്ലാണ്ട് ഒരിക്കലും സുഖം കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ജീവികൾക്കെല്ലാത്തിനും ശരീരബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇത് മീമാംസകരും സമ്മതിക്കുന്നുണ്ട്. എല്ലാ ശരീരികൾക്കും ശരീരമുണ്ട്. നിമിഷം മുതൽ സംവത്സരം വരെ ക്രമേണ വർദ്ധിച്ച് നാശമില്ലാതിരിക്കുന്ന കാലത്തിൻ്റെ ഉള്ളിൽ ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക എന്ന കാലചക്രത്തിനെ പ്രാപിച്ചുകൊണ്ടിരിക്കണു ഈ ജീവന്മാര്. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം
എന്ന അവസ്ഥയിൽ ഈ കാലചക്രത്തിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കണു ഈ ജീവന്മാർ. ഇപ്രകാരം കാലചക്രത്തിന് അടിമപ്പെട്ട ജീവന്മാരുടെ ദുഃഖത്തിന് അവസാനമില്ല എന്നതാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര എത്ര ശരീരപരിഗ്രഹ തത്ര തത്ര ദുഃഖം. ഇത് പഞ്ചമസ്കന്ധത്തില് പഞ്ചമ അധ്യായത്തില് ബ്രാഹ്മണ രഘുഗണ സംവാദത്തിൽ പറയും. ഈ ആത്മബോധം ഉണ്ടാകുന്നത് വരെ യാവന്ന ജിജ്ഞാസത ആത്മതത്വം, ആത്മതത്വം ഗ്രഹിക്കുന്നത് വരെ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് പുണ്യപാപം മിശ്രിതമായിരിക്കുന്ന സ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആരാണെന്നറിയാതെ ഈ ശരീരമാണെന്ന മിഥ്യാധാരണത് ഇത് ഇന്ദ്രിയപ്രീണത ആവൃണോതി എന്നവിടെ ഋഷഭയോഗീശ്വരൻ പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള സ്വാർത്ഥകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കാനായിട്ട് പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം എന്ന രീതിയിൽ ശരീരത്തിനെ മാറി മാറി ഓരോരോ ശരീരങ്ങളെ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് അവിടെ ഋഷഭയോഗീശ്വരൻ പറഞ്ഞു. 27 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദേഹമുള്ളവർക്കൊക്കെ ദുഃഖവും ഉണ്ട് എന്നത് സത്യമാണ്. ഈ ഒരു ന്യായത്തിനെ മീമാംസകർക്ക് ഖണ്ഡിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മതത്തിനെ സ്വീകരിച്ചാലും ദുഃഖമില്ലാതെ വരുന്നില്ല ജീവന് എന്നത് സത്യമാണ്. എന്തൊക്കെ മീമാംസകർ പറഞ്ഞാലും ജീവാത്മാവിന് ദുഃഖം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? സൽക്കർമ്മങ്ങൾ ചെയ്താലും അവന് ദുഃഖം വരണില്ലേ? മീമാംസകളുടെ തത്വപ്രകാരം നല്ല കർമ്മം ചെയ്താൽ അവൻ ചിന്തിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ നല്ലത് മാത്രമേ വരാവൂ. പക്ഷേ സുഖവും ദുഃഖവും വരുന്നുണ്ട്. കാരണം ഈ പക്ഷത്തിലും കർമ്മകർത്താവായിട്ടും സുഖദുഃഖങ്ങളുടെ അനുഭവഭോക്താവായിട്ടും ഇരിക്കുന്ന ജീവന് സ്വാതന്ത്ര്യം കാണപ്പെടുന്നില്ല. അത്രാപി കർമ്മണാം കർത്തു അസ്വാതന്ത്ര്യം ച ലക്ഷ്യത്തെ ഭോക്തുശ്ച ദുഃഖസുഖയോ കോനർത്ഥോ വിവശം ഭജേത്. ആഗ്രഹമില്ലാത്ത കർമ്മങ്ങൾ നടത്തേണ്ടതായിട്ടും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നു. ചില ചില കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരത്തെ വിജയമൈത്രേയ സംവാദത്തിൽ നമ്മൾ കണ്ടതാണ്. സുഖായ കർമാണി കരോതി ലോകോ നദേ സുഖം വന്യതുപാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം. സുഖത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ദുഃഖം എന്നുള്ളത് കുറയണില്ല. സുഖം കിട്ടണില്ല എന്ന് മാത്രമല്ല, ദുഃഖം കുറയണില്ല എന്ന് മാത്രമല്ല, ദുഃഖം അനുനിമിഷം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഓരോ കാലത്തിൽ ഓരോ കർമ്മം കൊണ്ട് ഓരോ ഫലങ്ങൾ അനുഭവിച്ചാണ് കഴിയുള്ളൂ എന്നുള്ള നിർബന്ധത്തിന് കീഴടങ്ങിയിരിക്കണു ഒരു ജീവാത്മാവ്. അങ്ങനെ പ്രാരബ്ധ കർമ്മത്തിന് നിർബന്ധത്തിന് കീഴടങ്ങിയിരിക്കേണ്ടി വരുന്ന ജീവാത്മാവിന് എന്തൊരു സുഖമാണ് ഉണ്ടാവണത്. അതുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും സ്ഥിരവും സത്യവുമാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് സുഖം ഉണ്ടാവണില്ല. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ചാലും ദുഃഖമാണ് ഉണ്ടാവണത്. ഇനി അവർ പറഞ്ഞില്ലേ വേറൊരു വാദം, അതിനെ ഖണ്ഡിക്കണോ ഭഗവാൻ 18ാമത്തെ ശ്ലോകത്തിൽ. ന ദേഹിനാം സുഖം കിഞ്ചിൽ വിദ്യതേ വിദുഷാമപി തഥാച ദുഃഖം മൂഢാനാം വൃഥാഹങ്കരണം പരം. സുഖമില്ല എന്ന് പറയണത് ശരിയല്ല. നന്നായി കർമ്മം ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് സുഖം കിട്ടുന്നുണ്ട്. വേണ്ടതുപോലെ പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ടാണ് സുഖം കിട്ടാത്തത് എന്ന് വേണമെങ്കിൽ അവർ പറയും. അതും ശരിയല്ല. കാരണം അറിവുള്ളവർക്ക്, പണ്ഡിതന്മാർക്ക്, ജ്ഞാനികൾക്ക് പോലും ചിലപ്പോൾ സുഖം കിട്ടുന്നുണ്ടാവില്ല. ധനാദികൾ വരുമ്പോൾ സുഖം, അത് നശിക്കുമ്പോൾ ദുഃഖം. അധ്വാനിക്കുമ്പോൾ ശരീരക്ലേശം. ഈ വക ദുഃഖങ്ങൾ വിദ്വാൻമാർക്കും ഉണ്ട്, പണ്ഡിതന്മാർക്കും ഉണ്ട്. അപ്പൊ വിദ്വാൻമാർക്കും ഉണ്ട് സുഖദുഃഖങ്ങൾ, മൂഢന്മാർക്കും ഉണ്ട് സുഖദുഃഖങ്ങൾ ഇടകലർന്ന് വരണത്.
അപ്പോ ഞാൻ അറിവുള്ളവനാണ് എന്ന് അഹങ്കരിക്കുന്നത് കൊണ്ട് എന്താ ഫലം? വാസ്തവത്തിൽ സുഖമില്ല എന്നുണ്ടെങ്കിൽ കേവലമായ അഭിനയം കൊണ്ട്, നാട്യം കൊണ്ട് എന്താ പ്രയോജനം? ഭഗവാൻ പറയണു, യതി പ്രാപ്തിം വിഘാതം ച ജാനന്തി സുഖദുഃഖയോ തെപ്യദ്ധ ന വിദുർയോഗം മൃത്യുർന്ന പ്രഭവേദ്യഥ. സുഖം സമ്പാദിക്കാനും ദുഃഖം കളയാനുമുള്ള മാർഗങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വേദങ്ങൾ പഠിച്ചതാണ്, ശാസ്ത്രങ്ങൾ പഠിച്ചതാണ്, പണ്ഡിതന്മാരാണ്, ഉപനിഷത്സാര സർവസം കലക്കി കുടിച്ചവരാണ് എന്നൊക്കെ അറിവുണ്ടെങ്കിലും പക്ഷേ അതിനെ സമ്മതിച്ചു കൊടുത്താലും മരണം വരാതിരിക്കാനുള്ള സൂത്രം വല്ലതും ഉണ്ടോ? അതില്ല. ഏതൊരു ജീവിക്കും, ഏതൊരു വസ്തുവിനും ഉത്ഭവമുണ്ടെങ്കിൽ ലയമുണ്ട്, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. അത് ഒഴിവാക്കാൻ ആർക്കും സാധിക്കില്ല. മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ. അപ്പൊ എന്തെല്ലാം പാണ്ഡിത്യമുണ്ടെന്ന് പറഞ്ഞാലും സുഖത്തിനെ നേടാനും ദുഃഖത്തിനെ കളയാനുമായിട്ടുള്ള മാർഗങ്ങളെല്ലാം അറിയാമെന്നുണ്ടെങ്കിലും മരണം വരാതിരിക്കാനുള്ള ഒരു കൗശലം അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർക്കും മരണഭയമുണ്ട്, മരണത്തില് ദുഃഖവുമുണ്ട്. ഇങ്ങനെ ആ മീമാംസകരുടെ മതത്തിനെ ഭഗവാൻ ഖണ്ഡിച്ചു കളയണു. കർമ്മങ്ങളെ കൊണ്ട് ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും നേടാൻ കഴിയുമെന്ന് സമ്മതിച്ചാൽ തന്നെ കർമ്മങ്ങൾ ചെയ്ത് പ്രവൃത്തി മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനുഷ്ഠാനം അറിയില്ല. കർമ്മം കൊണ്ട് ഒരിക്കലും മരണഭയത്തിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. മരണത്തിനെ പേടിച്ചതുകൊണ്ടോ മരണത്തിനെ തടയാൻ നോക്കിയതുകൊണ്ടോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയതുകൊണ്ടോ മരണത്തിൽ ദുഃഖിച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ഇങ്ങനെ ജീവന് സ്വാതന്ത്ര്യം എന്ന അവസ്ഥ ഇല്ല, അല്ലെങ്കിൽ അസ്വാതന്ത്ര്യം ച ലക്ഷ്യതേ. കർമ്മങ്ങളുടെ കർത്താവായിട്ടും സുഖദുഃഖങ്ങളുടെ ഭോക്താവായിട്ടും ഇരിക്കുന്ന ജീവന് സ്വാതന്ത്ര്യമില്ല എന്ന അവസ്ഥ എപ്പോഴും കാണപ്പെടുകയാണ്. വിവശം എന്നാണോ പറഞ്ഞത്? പരാധീനന് എന്തൊരു സുഖമാണ് ഉണ്ടാവുക? പണ്ടൊരു കവി പാടിയതുപോലെ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞതുപോലെയാണ്. ഇങ്ങനെ അസ്വാതന്ത്ര്യമുള്ള കാലത്തോളം അവന് ഭയമുണ്ടാവും, ദുഃഖമുണ്ടാവും. അപ്പൊ ജീവൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനല്ല. പഞ്ചമസ്കന്ധത്തിലെ ബ്രഹ്മാവ് തന്നെ പ്രിയവ്രതനോട് പറഞ്ഞു, യദ്വാചിതന്ത്യാം ഗുണകർമ്മജാമഭി സുദുസ്തരേൽ വർഷ വയം സുയോജിത. പ്രാരബ്ധകർമ്മങ്ങളാകുന്ന ചരടുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകളാകുന്ന വേദങ്ങളാൽ സകല ജീവജാലങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ അതിലംഘിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ടോ? ഉണ്ട്. അതിൻ്റെ നിവാരണ മാർഗങ്ങൾ നിങ്ങൾക്കറിയാമോ? ഉവ്വ്. അങ്ങനെയുള്ള വിദ്വാൻമാർക്ക് പോലും നിങ്ങൾക്ക് മരണമുണ്ടാവില്ലേ? ഉണ്ടാവും. അതിനെ തടയാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് പറ്റില്ല. ഇപ്പൊ വിദ്വാൻമാരെന്ന് പറയുന്നവർക്ക് പോലും താൻ മരിക്കും 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 എന്ന ഭയമുണ്ട്, ബോധമുണ്ട്. എന്തൊക്കെ സാധനങ്ങള് സംഭരിച്ച് വച്ചാലും ശരി, എന്തെല്ലാം ഔഷധങ്ങൾ ഉപയോഗിച്ചാലും ശരി, എന്തെല്ലാം വ്യായാമങ്ങൾ ചെയ്താലും ശരി, എന്തെല്ലാം മുൻകരുതലുകൾ എടുത്താലും ശരി, മരണത്തിന് കീഴടങ്ങാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇവിടെ ഉദാഹരണം പറയണത്, കൊന്നൊർത്ഥ സുഖയത്യേനം കാമോവാ മൃത്യുരന്തികേ ആഘാതം നീയമാനസ്യ വധ്യസ്യേവ ന തുഷ്ടിത. സമീപത്തില് അന്തകനുള്ളത് കൊണ്ട് ഏതൊരു പദാർത്ഥം അല്ലെങ്കിൽ ഒരാഗ്രഹം ഈ ജീവാത്മാവിനെ സന്തോഷിപ്പിക്കും? ഒന്നും സന്തോഷിപ്പിക്കില്ല. കാരണം മരണം വാതിൽക്കൽ ഒരു നാൾ മഞ്ചലുമായിട്ട് വന്നു നിൽക്കുകയാണ്. ഏത് സമയത്തും കാലവ്യാളമുഖഗ്രാസത്രാസ എന്നുള്ള ആദ്യത്തെ സ്കന്ധത്തിൽ നമ്മൾ കണ്ടു, മഹാത്മ്യത്തിൽ നമ്മൾ കണ്ടു. കാലമാകുന്ന മഹാസർപ്പത്തിന്റെ വായിലായിട്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാ ജീവാത്മാക്കളും. പരീക്ഷത്തിനെ
ദംശിക്കാനായിട്ട് 7-ാം ദിവസം തക്ഷകൻ വരും എന്ന് പറയണത് പ്രതീകാത്മകമായിട്ട് പറഞ്ഞത് നമ്മളാകുന്ന പരീക്ഷത്തുക്കളെ കാലമാകുന്ന തക്ഷകൻ ദംശിക്കും എന്നെങ്കിലും. പരിത ഈക്ഷതയെ, ചുറ്റും നോക്കുന്നവൻ, എവിടെയാണ് സുഖം, എവിടെയാണ് സുഖം, എവിടെയാണ് സുഖം എന്ന് വിചാരിച്ചുകൊണ്ട് സുഖത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവൻ പരീക്ഷിത്ത് എന്നാ സൂചിപ്പിക്കുന്നത്. അവിടെ ഭാഗവതത്തിൽ ശ്രേഷ്ഠനായ ഒരു രാജാവിനെ സൂചിപ്പിച്ചു. ഇവിടെ പറയണത് ഇന്നത്തെ വിഷയിയായിരിക്കുന്ന മനുഷ്യനെയാണ് പരീക്ഷിത്ത് എന്ന് പറയുക. പരിത ഈക്ഷതേ, ചുറ്റും നോക്കുന്നവൻ. സുഖായ കർമാണി കരോതി ലോക, സുഖത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന കലിയുഗ മനുഷ്യന്റെ പ്രതീകം. ചുറ്റും നോക്കണു, എവിടെയാണ് സുഖം, എവിടെയാണ് സുഖം, എവിടെയാണ് സുഖം എന്ന്. അവർ സുഖം കിട്ടണില്ല എന്ന് മാത്രമല്ല, കാലം എന്ന ഘോര സർപ്പം തക്ഷകൻ അവനെ ദംശിച്ച് ഈ ശരീരത്തിനെ ദഹിപ്പിക്കണു. ശരീരത്തെ, ഇത് ശരീരം. ഇങ്ങനെ മരണം ഉറപ്പാണ് എന്നുള്ള ഒരുത്തന് എന്ത് ഒരു സുഖമാണ് ഉണ്ടാവുക എന്ന് ചോദിക്കണു. വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു കുറ്റവാളിയെ വധിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ ഇവന് എന്ത് സന്തോഷം ഉണ്ടാവും? വയറ് നിറച്ച് ആഹാരം വേണോ, പാൽപായസം വേണോ, പട്ടുവസ്ത്രങ്ങൾ വേണോ, വൈഡൂര്യ നെക്ലേസ് അണിയണോ എന്നൊക്കെ അയാളോട് ചോദിച്ചാൽ അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. കാരണം അടുത്ത നിമിഷം തനിക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നവനറിയാം. ഇങ്ങനെ അടുത്ത നിമിഷം മരണം ഉറപ്പായ ഒരുത്തന് എന്ത് ചെയ്യണം? ഇതാണ് പരീക്ഷിത്ത് ആദ്യം ചോദിച്ചത്. പുരുഷസ്യേഹയൽക്കാര്യം മ്രിയമാണസ്യ സർവഥ, മ്രിയമാണസ്യ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ അല്ലെങ്കിൽ മരണമുറപ്പായവൻ എന്ത് ചെയ്യണം? വിഷയിയായിട്ടുള്ള ഒരുത്തന് മീമാംസകരുടെ മതം അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന് ദുഃഖം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. മരണഭയമുണ്ടെങ്കിൽ അവന് പിന്നെ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? ഗൃഹമായാലും സമ്പത്തായാലും സ്ത്രീസുഖമായാലും ആഭരണമായാലും ആഹാരമായാലും എന്ത് സാധനം കിട്ടിയാലും മരണമുറപ്പായവന് ഇതൊന്നും സന്തോഷം തോന്നാത്തതുപോലെ ഒന്നും സന്തോഷിപ്പിക്കില്ല. മരണം നേടുന്നവരെ സുഖമുണ്ടല്ലോ എന്ന് വിചാരിക്കാൻ പറ്റുമോ? അതുമില്ല. ഒരു നിമിഷം പോലും സുഖം ഉണ്ടാവില്ല. ഒന്നാമത് എപ്പോഴാ മരിക്കുക എന്നറിയാൻ പറ്റില്ല. ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യനു ശരീരബന്ധം. നീർക്കുമിള പൊട്ടണം നേരെ വേണ്ടു. അപ്പോൾ എപ്പോഴാണ് തൻ്റെ അന്ത്യം സംഭവിക്കുക, എപ്പോഴാണ് തൻ്റെ അന്ത്യം സംഭവിക്കുക എന്ന് നടുങ്ങിയിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന, ഉദ്വിഗ്നചിത്തനായിട്ടിരിക്കുന്ന, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവാത്മാവിന് എവിടെയാണ് സുഖം എന്ന് ചോദിക്കണു ഭഗവാൻ. വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരുവനെ വധിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ അവന് കൊടുത്താലും അതുകൊണ്ട് അവൻ്റെ ഭയം തീർന്ന് അവന് സന്തോഷം ഉണ്ടാവണില്ല. അത് ഉറപ്പാണ്. മറ്റൊരു ഉദാഹരണം പറയണത്, ക്രൂരനായിരിക്കുന്ന ഒരു പുലി അല്ലെങ്കിൽ സിംഹം തന്നെ കണ്ടുകൊണ്ടിരിക്കണു, താൻ അതിൻ്റെ മുൻവശത്ത് ഇരിക്കണു പേടിച്ച്. അങ്ങനെ ഒരുവന് കാലം കഴിക്കേണ്ടി വന്നാൽ അവന് സുഖം ഉണ്ടാവുമോ? ഉറങ്ങാൻ പറ്റുമോ? കണ്ണടയ്ക്കാൻ പറ്റുമോ? അപ്പൊ നാശത്തിനെയും നശിപ്പിക്കുന്നവനെയും കുറിച്ച് എല്ലാവർക്കും ഭയമുണ്ട് ഉദ്ധവ. അതിനാൽ എല്ലാവർക്കും മരണഭീതിയുണ്ട് നിശ്ചയം. മരണകാലം എന്നാണ് എന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് അനുനിമിഷം ജീവന്, കർമ്മബദ്ധനായ ജീവന് എപ്പോഴും ഭയം തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ ഈ ഭയത്തിൽ നിന്ന് മോചനം നേടാനാണ് വേണ്ടത്. മീമാംസകര് പറയുന്ന ഈ തത്വങ്ങളെല്ലാം ഭഗവാൻ നിഷേധിക്കുകയാണ് എന്ന് പറയുന്നു. ഒരു വാദത്തിന് വേണ്ടിയിട്ട് അവരുടെ മീമാംസകരുടെ പ്രവൃത്തി മാർഗത്തിനെ സ്വീകരിച്ചാൽ തന്നെയും ദേഹികൾക്ക് ജനനമരണാദികൾ സംഭവിക്കണു എന്നത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. കർമ്മം ചെയ്ത് പുണ്യം നേടി സുഖം അനുഭവിക്കുക എന്ന മാർഗം സ്വീകരിച്ചാൽ തന്നെ ജീവന് സ്വാതന്ത്ര്യമില്ല. കർത്താവിന് കർമ്മത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. സൽക്കർമ്മം ചെയ്താലേ സുഖം കിട്ടുള്ളൂ, ദുഷ്കർമ്മം ചെയ്താൽ കിട്ടുന്നത് ദുഃഖമായിരിക്കും എന്നറിവുണ്ടായിട്ടും സൽക്കർമ്മം ചെയ്യാണ്ടിരിക്കണില്ലേ? ദുഷ്കർമ്മമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദുഷ്കർമ്മം ചെയ്തു പോണില്ലേ?
അത് ജീവന്റെ അസ്വാതന്ത്ര്യം കാണിക്കുകയാണ്. ദശമസ്കന്ധത്തിന്റെ പൂർവഭാഗത്തിന്റെ അവസാനം ഭഗവാൻ അക്രൂരിനെ ദൂതനായിട്ട് ഹസ്തിനാപുരിയിലേക്ക് അയക്കേണ്ട ധൃതരാഷ്ട്രരെ ഉപദേശിക്കാൻ. അവിടെ ധൃതരാഷ്ട്രർ അക്രൂരിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നചമേ നിവൃത്തി എന്ന്. ധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണില്ല. അധർമ്മം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അത് പ്രവർത്തിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കണില്ല. ഇതാണ് അസ്വതന്ത്രമായിരിക്കുന്ന ഒരു ജീവാത്മാവിന്റെ ഏറ്റവും വലിയ അസ്വാതന്ത്ര്യം, ഏറ്റവും വലിയ അപകടം. ഇതുകൊണ്ട് തന്നെ സ്പഷ്ടമാണ് ഒരു കർത്താവിന്, അതായത് ജീവാത്മാവിന് കർമ്മത്തില് സ്വാതന്ത്ര്യമില്ല. മാത്രമല്ല, സൽക്കർമ്മം ചെയ്തവർക്ക് എപ്പോഴും സുഖം, ദുഷ്കർമ്മം ചെയ്തവർക്ക് എപ്പോഴും ദുഃഖം എന്നത് നിയതമായിട്ട് കാണപ്പെടണമില്ല. കർമ്മത്തില് സ്വാതന്ത്ര്യം ഉണ്ടായാലും കർമ്മഫലത്തില് സ്വാതന്ത്ര്യം ഉണ്ടാവണില്ല. സ്വതന്ത്രമായിട്ട് കർമ്മം ചെയ്താലും കർമ്മഫലമായിരിക്കുന്ന സുഖദുഃഖ അനുഭവത്തില് സ്വാതന്ത്ര്യമില്ല. സൽക്കർമ്മം ചെയ്തവർക്കും ചിലപ്പോ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വിവശനായ ഒരുത്തന്, സ്വാതന്ത്ര്യമില്ലാത്ത ഒരുത്തന് എന്ത് സുഖമാണ് കിട്ടുക? അസ്വതന്ത്രനായ ജീവന് ഒരിക്കലും സുഖം കിട്ടണില്ല എന്നർത്ഥം. ഇനി മറ്റൊരു വാദം ഉണ്ടാവും. കർമ്മം ചെയ്തത് വേണ്ട പോലെ ആയില്ല, കർമ്മം എങ്ങനെ ചെയ്യണം എന്നറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് സുഖം നിയതമായിട്ട് കിട്ടാത്തത് എന്നൊരു വാദം. ഈ വാദവും അയുക്തമാണ്. കാരണം ശാസ്ത്രം പഠിച്ച വിദ്വാൻമാര് ദുഃഖിക്കണു, ഒന്നും പഠിക്കാത്ത മൂഢന്മാര് സുഖിക്കണു. അതാണ് നേരത്തെ പറഞ്ഞത്. ഞാൻ ശാസ്ത്രം പഠിച്ച വിദ്വാൻ എന്ന് ആരെങ്കിലും കരുതണോ എങ്കിൽ അവൻ മൂഢനാണ്, മിഥ്യാഭിമാനിയാണ്. സുഖം എങ്ങനെ നേടാം, ദുഃഖം എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിലർ പഠിച്ചു എന്ന് തന്നെ വച്ചാലും മൃത്യുവിനെ തരണം ചെയ്യാനായിട്ടുള്ള ഉപായം അവർക്കറിഞ്ഞുകൂടാ. അതാ നേരത്തെ ഭഗവാൻ ചോദിച്ചത്, അന്തകൻ തൊട്ടടുത്ത് അവസരം നോക്കി നിൽക്കുമ്പോ ഏതൊരുത്തനാണ്, ഏതൊരു വിഷയമാണ് സുഖകരമായിട്ട് സന്തോഷകരമായിട്ട് തോന്നുക? ഒന്നും സുഖകരമായിട്ട് തോന്നില്ല. പിന്നെ മറ്റൊരു വാദം, തൻ്റെ പുണ്യം കൊണ്ട് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കാം എന്ന് വിചാരിക്കണു. മറ്റൊരു വാദം, ഈ ലോകത്തിൽ സുഖമില്ല, വേണ്ട, യാഗാദി കർമ്മങ്ങൾ വേണ്ടും വിധം നടത്തിയാൽ മരിച്ച ശേഷം സ്വർഗസുഖം അനുഭവിക്കാം. അക്ഷയ്യം ഹ വൈ ചാതുർമാസ യാചിന സുഹൃതം. ചാതുർമാസ്യം എന്ന പുണ്യയാഗം നടത്തുന്നവർക്ക് സുഹൃതത്തിന് ക്ഷയമില്ല എന്ന വേദത്തിൽ കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അവർ വാദിക്കും. ഭഗവാൻ പറയണു, അവിടെയും സുഖം കിട്ടണില്ല. സ്പർദ്ധ, അസൂയ, ക്ഷയം, നാശം ഇത്യാദി ദോഷങ്ങൾ സ്വർഗത്തിലുണ്ട്. അപ്പൊ സ്വർഗമല്ല പരമമായ ലാഭം. പ്രാചീന ബർഹിസ് എന്ന, അതുപോലെ മഹാഭാരതത്തിലെ ശ്വേതകി എന്ന രാജാവൊക്കെ നിരന്തരമായിട്ട് ചെയ്ത് സ്വർഗത്തിൽ സീറ്റ് പിടിക്കാൻ ശ്രമിക്കുന്ന ആ അവസ്ഥ മൂഢത്വമാണ്. കാരണം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ശ്രുതം ച ദൃഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാസോ യാത്യവൈവ്യയ ബഹ്വന്തരായ കാമത്വാൽ കൃഷിവച്ചാപി നിഷ്ഫലം എന്ന് പറയുന്നു. അപ്പൊ സ്വർഗത്തിലും ദുർഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഇനി അങ്ങനെയുള്ള സ്വർഗസ്ഥാനം സാധിക്കണമെങ്കിൽ തന്നെ യാഗാദി കർമ്മങ്ങൾ വളരെ ക്ലേശകരമാണ്, വിഘ്നങ്ങൾ നിറഞ്ഞതാണ്. സാധന സാമഗ്രികൾ വേണം, അനേകം ആൾക്കാർ വേണം, സമ്പത്ത് വേണം, ക്ലേശകരാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള സുഖവും അതിനായിട്ടുള്ള അധ്വാനവും കൃഷി പോലെയാണ്. ശുദ്ധ സുഖമല്ല, അനേകം ക്ലേശങ്ങളുണ്ട്. കൃഷി ചെയ്താൽ ധാന്യമുണ്ടാവും, പക്ഷേ അതുവരെയുള്ള ക്ലേശമുണ്ടല്ലോ. എന്തെല്ലാം ക്ലേശമുണ്ട് ഒരു കൃഷി നടത്തി സമ്പത്തുണ്ടാക്കണമെങ്കിൽ. അതുകൊണ്ട് ഉദ്ധവ, അധ്വാനിച്ച് സ്വർഗാദി ലോകങ്ങൾ സമ്പാദിച്ചാലും പ്രയോജനമില്ല, അവിടെയും ദോഷങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, പുണ്യം കഴിഞ്ഞാൽ താഴേക്ക് പോരുകയും വേണം. എന്നാൽ ഈ ഈർഷ്യാദി ദോഷങ്ങൾ, ഈർഷ്യ, സ്പർദ്ധ, അസൂയ, ക്ഷയം, നാശം എന്നീ ദോഷങ്ങൾ അത്ര കാര്യാക്കണ്ട. മനുഷ്യലോകത്തിലുള്ളതിനേക്കാൾ സുഖം സ്വർഗത്തിലുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സ്വർഗീയ സുഖം എന്നൊക്കെ പറയണത്. അതുകൊണ്ട് സ്വർഗം സുഖസ്ഥാനം, ഏറ്റവും രസകരമായത് സ്വർഗമാണ് എന്ന് പറയുന്ന പക്ഷം അവിടെയും നാശമുണ്ട്. ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാന്ന് വെച്ചാലും അതിനും നാശമുണ്ട്. നാശഭയം തീർന്നാൽ മാത്രമാണ് സുഖം. എവിടെയാണോ ഭയമില്ലാത്തത്, എവിടെയാണോ കുണ്ഠിതമില്ലാത്തത്, അതാണ് വൈകുണ്ഠം, അതാണ് ആനന്ദം. സ്വർഗം എന്ന് പറയുന്നതും നശിക്കുന്നതാണ്. നർമ്മബോധത്തിലെ ആചാര്യന്മാര് തമാശയായിട്ട് പറയാറുണ്ട്, സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണ് സ്വർഗത്തിൽ പോവണത് എന്നാ. ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാൻ കയറി, ആ സമയത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അവിടെ ചെന്ന് ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ സെക്കൻഡ് ഷോ കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറയും കണ്ടോളൂ, പക്ഷേ രണ്ടാമത് ടിക്കറ്റ് എടുക്കണം എന്ന്. ഫസ്റ്റ് ഷോയ്ക്ക് എടുത്ത ടിക്കറ്റ് ഫസ്റ്റ് ഷോയ്ക്ക് മാത്രമേ വാലിഡ് ആവുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു, ആ ടിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞു, എക്സ്പയറി കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. എപ്പോൾ ഈ പുണ്യം തീരുന്നുവോ ആ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് പതിക്കും. ജനനമരണ സമ്മിശ്രമായിരിക്കുന്ന സംസാര ചക്രത്തിൽ പങ്കെടുക്കേണ്ടി വരും, ഉൾപ്പെടേണ്ടി വരുമെന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗീയ സുഖം ശ്ലാഘ്യല്ല. യാതൊരു വിഘ്നവും നേരിടാതെ വിധിപ്രകാരം ചെയ്യുന്നതായ യാഗാദി കർമ്മങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്ന ലോകവും നശിക്കണതാണ് എന്ന് ഭഗവാൻ പറയുന്നു. യാഗം ചെയ്യുന്നവൻ ഇന്ദ്രാദി ദേവന്മാരെ യാഗാദി ക്രിയകൾ കൊണ്ട് സന്തോഷിപ്പിക്കണു, എന്നിട്ട് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കണു. അവിടെ ദേവനെ പോലെ താനും തനിക്ക് അവകാശപ്പെട്ട സുഖങ്ങൾ അനുഭവിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ പുണ്യം കൊണ്ട് സമ്പാദിക്കപ്പെട്ട മനോഹരമായ വിമാനത്തിൽ അതിസുന്ദരമായ രൂപത്തിൽ സഞ്ചരിക്കണു. തൻ്റെ 4 ഭാഗത്തു നിന്ന് ഗന്ധർവന്മാരൊന്ന് സ്തോത്രം ചെയ്യണു. ആ ഗംഭീരമായിരിക്കുന്ന അലങ്കരിച്ചിരുന്ന വിമാനത്തിൽ യാത്ര ചെയ്യാം. വിചാരിച്ച സ്ഥലത്തിൽ വിചാരിച്ച മാത്രയിൽ എത്തും. ദേവസ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് രമിക്കാം. ഇങ്ങനെ ഓരോന്ന് അനുഭവിച്ചു കൊണ്ടിരുന്നുള്ള സുഖത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ക്രീഡൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ന വേദത ആത്മപാദം സുരാക്രീഡേഷു നറുവ്രത. പൂന്തോട്ടങ്ങളിൽ സ്ത്രീകൾ ഒരുമിച്ച് കളിക്കുന്നതിനിടയ്ക്ക് തൻ്റെ സ്ഥാനത്ത് നിന്ന് താഴെ വീണ് അറിയില്ല. കാരണം തൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പുണ്യം എന്ന ആ നിക്ഷേപം കഴിഞ്ഞാൽ താഴേക്ക് വരണം. താവൽ പ്രമോദതേ സ്വർഗേ യാവൽ പുണ്യം സമാപ്യതേ ക്ഷീണപുണ്യ പതത്യർവാക് അനിച്ഛൻ കാലചാലിത. പുണ്യകർമ്മത്തിന്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുണ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കണു. പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും കാലചക്രത്തിൽ പെടുന്നു. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം എന്നുള്ള മട്ടില്. തിരിയിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണ കുറഞ്ഞു വരുന്നത് പോലെ പുണ്യവും എപ്പോൾ ക്ഷയിക്കുന്നുവോ അപ്പോൾ ആ സ്ഥാനം വിട്ട് താഴേക്ക് വീഴേണ്ടി വരും. ആഗ്രഹം തനിക്കില്ലെങ്കിൽ, സ്വർഗം വിട്ടു പോരാൻ തനിക്ക് ആഗ്രഹമില്ലെങ്കിലും സമ്മതിക്കില്ല. നിയന്താവായ കാലം അവനെ അവിടെ ഇരിക്കാൻ പിന്നെ സമ്മതിക്കില്ല. അങ്ങനെ അവൻ നിഷ്കാസിതനാവണു, സ്വർഗത്തിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് കീഴ്പോട്ട് വീഴണു. ഇങ്ങനെ സ്വർഗലോകത്ത് നിന്ന് പതിക്കേണ്ടി വരുന്നു. അപ്പൊ സ്വർഗത്തിൽ താമസിക്കുമ്പോഴും ആ ജീവാത്മാവ് പേടിക്കണു, എപ്പോഴാണാവോ സുഖം തീരുക, എപ്പോഴാണാവോ സുഖം തീരുക. നമ്മുടെ മൊബൈലിന്റെ ചാർജ് തീരുന്നതനുസരിച്ച് സംസാരിക്കാൻ പറ്റാത്ത പോലെ, ചാർജ് തീർന്നു ഇനി സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സംസാരത്തിനിടയ്ക്ക് വെച്ച് ആ മൊബൈൽ ഓഫാവുന്നത് പോലെ, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ രസകരമായിട്ട് ഒരാളുടെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ മൊബൈലിന്റെ ചാർജ് തീർന്ന് മൊബൈൽ ഓഫായി പോകുന്നത് പോലെ തന്നെയാണ് ആധുനിക യുഗത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ.
വളരെ രസകരമായിട്ട് നമുക്ക് ഉദാഹരിക്കാം ആധുനിക യുഗവും ഭാഗവതവുമായിട്ട്. ഒരു മൊബൈലിന്റെ ചാർജ് നമ്മൾ രസകരമായ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർന്നു പോകുമ്പോഴാണ് അറിയുക, അയ്യോ തീർന്നു പോയി, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയി എന്ന്. ഇതുപോലെ അസ്വതന്ത്രനായ ഒരു ജീവൻ യാഗങ്ങളെല്ലാം കർമ്മം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോകും എന്നുണ്ടെങ്കിലും ആ യാഗത്തില് അവൻ ചെയ്തതായ പുണ്യകർമ്മത്തിനെ അനുഭവിക്കാൻ സ്വർഗത്തിൽ പോണു. ആ പുണ്യം തീർന്നാൽ ഭൂമിയിലേക്ക് പതിക്കണു. ആ യാഗത്തിൽ ചെയ്ത ഹിംസ കൊണ്ട് അവൻ നരകത്തിലും പോണു. ഇങ്ങനെ സ്വർഗം നരകം ഭൂമി, സ്വർഗം നരകം ഭൂമി, സ്വർഗം നരകം ഭൂമി, ഈ ത്രികോണത്തിൽ കിടന്ന് കളിക്കേണ്ടി വരുന്നു ഒരു ജീവാത്മാവിന്, അവൻ അസ്വതന്ത്രനാണ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഉദ്ധവ, ഈ ജീവാത്മാവ് അവൻ പ്രവർത്തിക്കേണ്ടത് നിവൃത്തി മാർഗത്തിലേക്ക് ആണ്, അല്ലാണ്ട് പ്രവൃത്തി മാർഗത്തിലേക്കല്ല. ഒരു ജീവാത്മാവ് നിരന്തരമായിട്ട് കർമ്മം ചെയ്തു, പക്ഷേ കർമ്മം ചെയ്ത് പുണ്യം നേടി പരലോകസുഖം അനുഭവിക്കാം നിത്യമായിട്ട് എന്ന് കരുതണ്ട. കാരണം ഇഹലോക സുഖം പോലെ തന്നെയാണ് പരലോക സുഖവും. നേരത്തെ പറഞ്ഞതുപോലെ സ്പർദ്ധ, അസൂയ തുടങ്ങിയിട്ടുള്ള ദുഷിച്ച വികാരങ്ങൾ അവിടെയുണ്ട്. കാമങ്ങളേറെ, അത് സാധിക്കാൻ വിഘ്നങ്ങളേറെയാണ്. അനേകശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ച കാലോ ബഹവശ്ച വിഘ്നാ എന്ന് പറഞ്ഞതുപോലെ അറിയേണ്ടതായിട്ട് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. ഇതുപോലെ അറിയേണ്ടതായിട്ട് അല്ലെങ്കിൽ സാധിക്കേണ്ടതായിട്ട് ഒരുപാട് കാമനകളുണ്ട്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ ഒരുപാട് കാമനകൾ നമുക്കുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്ന് തോന്നും, പക്ഷേ ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടാവുന്നു. ആയുസ് വളരെ കുറവുമാണ്. അല്പശ്ച കാലോ ബഹവശ്ച വിഘ്നാ, തടസ്സങ്ങളേറെയും ചെയ്യാനുള്ള കാലം കുറവുമാണ്. ഈ അവസ്ഥയിൽ എല്ലാ പ്രയത്നവും നിഷ്ഫലമായിട്ട് വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കൃഷിക്ക് സദൃശമായിട്ട്. എത്ര ക്ലേശിച്ചാലാണ് ആ ക്ലേശിക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടുള്ള മേന്മ, ഗുണം കൃഷിയിൽ നിന്ന് കിട്ടാത്തതുപോലെ എന്നർത്ഥം. ഇനി നിർവിഘ്നമായിട്ട് കർമ്മം ചെയ്തു എന്ന് വിചാരിക്കുക ഒരുത്തൻ. അങ്ങനെ സ്വർഗത്തിലെത്തി എന്ന് വെച്ചാലും അവൻ ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും കൂടെ ദേവോദ്യാനങ്ങളിൽ വിഹരിക്കണു, അവരാൽ സ്തുതിക്കപ്പെടണു. പക്ഷേ പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും ഭൂമിയിൽ തിരിച്ചെത്തണു. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രിയജയം സാധിക്കാതെ സുഖാസക്തനായിട്ട് ജനിച്ചാൽ ദുസ്സംഗം സംഭവിക്കാം. തുടർന്ന് സ്ത്രീലമ്പടത്വം, പരദ്രോഹവാസന മുതലായ വർദ്ധിക്കും. എന്നിട്ട് അവൻ അഹംബോധത്തോടു കൂടിയിട്ട് ഓരോ തരത്തിലുള്ള കർമ്മങ്ങളെ ചെയ്യാനായിട്ട് സാധിക്കണം, കർമ്മങ്ങളെ ചെയ്യാനായിട്ട് തുനിയണം. ഇങ്ങനെ സ്വർഗത്തില് സുഖലഹരിയിൽ മുഴുകിക്കഴിയുമ്പോഴും തനിക്ക് കീഴോട്ട് പോരേണ്ടി വരുമെന്ന് ഓർക്കാത്ത ജീവാത്മാവ് അപ്രതീക്ഷിതമായിട്ട് താഴേക്ക് വീഴേണ്ടി വരുന്നു. ഇത് ചിന്തിച്ചാൽ മതി. ഒരു ജീവാത്മാവ് മനസ്സുകൊണ്ട് മനനം ചെയ്താൽ മതി. ഇങ്ങനെ വിചാരം ചെയ്ത് വൈദിക കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കാവുന്ന സ്വർഗാദി ലോകങ്ങൾ നാശമുള്ളവയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കർമ്മങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിക്കും ഉദ്ധവ. ലൗകികങ്ങളും വൈദികങ്ങളുമായിട്ടുള്ള രണ്ട് വിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ മനസ്സടക്കാനുള്ള അനുഷ്ഠാനങ്ങളെ അഭ്യസിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കാനായിട്ട് സാധിക്കണം. അതിനെന്താ വേണ്ടത്? ജ്ഞാനവും അജ്ഞാനവും മനസ്സിലെ രണ്ട് ഭാവങ്ങളാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തിനെ നശിപ്പിച്ച ശേഷം ആ ജ്ഞാനവും കൂടി ഉപേക്ഷിച്ചാൽ മാത്രമേ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിന് അതീതനായ ആത്മസ്വരൂപനാവാനായിട്ട് കഴിയുകയും ചെയ്യുള്ളൂ.
അപ്പോൾ മീമാംസ മതത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് ഭഗവാൻ പറയണത് ഈ ആത്മാവിനെ സ്വതന്ത്രമായിട്ട് മനസ്സുകൊണ്ട് വിചാരം ചെയ്ത് കർമ്മകാണ്ഡങ്ങളിൽ പറയുന്ന വാക്കുകളിൽ, മധുരമൂറുന്ന വാക്കുകളിൽ പെട്ട് ഉഴലാതെ ആത്മവിചാരം ചെയ്ത് കർമ്മങ്ങളിൽ പെടുന്ന കർമ്മഠനായി തീരാതെ ശ്രേയസ്സിലേക്കുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ജീവാത്മാവും സ്വർഗത്തിൽ നിന്ന് തൻ്റെ കർമ്മവാസനയ്ക്കനുസരിച്ച് താഴേക്ക് വീഴുന്ന ഒരു ജീവാത്മാവ് വീണ്ടും സംസാര ചക്രത്തിൽ പെടുന്നു. ഇനി അങ്ങനെ ഭൂമിയിൽ വന്ന് വീഴുന്ന സംസാര ചക്രത്തിൽ പെടുന്ന ജീവാത്മാവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഭഗവാൻ പറയണത്. അപ്പൊ മീമാംസകരുടെ തത്വം അംഗീകരിച്ചാൽ, വാദഗതിക്ക് തന്നെ അംഗീകരിച്ചാലും ദുഃഖപര്യവസായിയാണ്. അതുകൊണ്ട് ഉദ്ധവ, പ്രവൃത്തി മാർഗത്തിനെ ഉപേക്ഷിച്ച് നിവൃത്തി മാർഗത്തിലേക്ക് എത്തൂ എന്ന് ഭഗവാൻ വീണ്ടും പറയുകയാണ്.